ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച സാഹചര്യത്തിലാണ് നാം ഉള്ളത്. 2025 വിട പറഞ്ഞു. 2026 ആരംഭിച്ചിരിക്കുന്നു. മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ദിവസങ്ങളുടെ മാറ്റവും ആഴ്ചകളുടെ മാറ്റവും മാസങ്ങളുടെ മാറ്റവും ഒക്കെ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതേസമയം തന്നെ നാം ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ സവിശേഷതകളിൽ ഒന്ന്, പല സവിശേഷതകളുണ്ട് മനുഷ്യ സമൂഹത്തിന്. ഈ കാലഘട്ടത്തിന്റെ സവിശേഷതകളിൽ ഒന്ന്, ആഘോഷിക്കാൻ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കി കളയുന്നവരല്ല നമുക്ക് ചുറ്റുമുള്ള സമൂഹം. ചെറുതും വലുതുമായ ആഹ്ലാദിക്കാൻ കിട്ടുന്ന, ആഘോഷിക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്താറുണ്ട്. അത്തരം ചില ആഘോഷങ്ങളുടെ ഭാഗമായി നല്ല വർണ്ണാഭമായ വിളക്കുകൾ ചാർത്തി വ്യത്യസ്തമായ ആവിഷ്കാരങ്ങളിലൂടെ സാമൂഹികവും സാംസ്കാരികവും കലാപരവുമായ ഇടപെടലുകളിലൂടെ ഒരു പുതിയ വർഷത്തെ വരവേറ്റവരാണ് നമ്മുടെ സമൂഹം. ഈ പുതിയ വർഷത്തെ വരവേൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യനും പഠിച്ചിരിക്കേണ്ട ചില പാഠങ്ങൾ, ഒരു വിശ്വാസിയുടെ വീക്ഷണകോണിലൂടെ നിരീക്ഷിക്കേണ്ട ചില പാഠങ്ങൾ, ഇതൊക്കെയും വേർതിരിച്ച് തന്നെ നാം വിലയിരുത്തണം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുതുവത്സരാഘോഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, പുതുവത്സരാഘോഷം എന്നതല്ല ഒരാഘോഷത്തെയും യഥാർത്ഥത്തിൽ ഇസ്ലാം നിരാകരിക്കുന്നില്ല. ഇസ്ലാമിന്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വിശാലമാണ്. ഇസ്ലാം ഒരാഘോഷത്തെയും നിരാകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കെട്ടുകാഴ്ചകളോടുകൂടിയ എല്ലാ ആഘോഷങ്ങളെയും ഇസ്ലാം സ്വീകരിക്കുന്നു എന്നല്ല. ഇസ്ലാമിന് അതിൽ അതിൻ്റെതായ ഒരു നിലപാടും കാഴ്ചപ്പാടും ഉണ്ടാകും. ഇസ്ലാം അനുവദിച്ചു തരുന്ന ആഘോഷങ്ങൾ ആരാധനാപൂർവം വിശ്വാസികൾ കൊണ്ടാടുന്ന ആരാധനകൾ ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയുമാണ്. ആ ഇസ്ലാമിന്റെ ആരാധനകളുടെ സവിശേഷത നമുക്കറിയാം. ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ശക്തി പ്രകടനമല്ല, ഭക്തി പ്രകടനമാണ്. ഏതെങ്കിലും അർത്ഥത്തിലുള്ള കെട്ടുകാഴ്ചകളല്ല, മനുഷ്യ സമൂഹവുമായി ഇഴചേർന്നുകൊണ്ടുള്ള ആഘോഷമാണ്. ഈദുൽ ഫിത്തർ നിങ്ങൾ ആഘോഷിക്കണമെങ്കിൽ അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന തക്ബീർ നിങ്ങൾ മുഴക്കണം. നിങ്ങളുടെ വീടുകളിൽ നിന്ന് ദരിദ്രന്റെ വീടുകളിലേക്ക് അന്നവുമായി കടന്നു ചെല്ലണം. ലോകത്ത് പട്ടിണിക്കാരില്ലാത്ത ഒരു ദിവസം നിങ്ങളിലൂടെ സംഭവിക്കണം. അതിനുശേഷം നിങ്ങൾ ഈദ്ഗാഹുകളിലേക്ക്, ഈദ് മുസല്ലകളിലേക്ക് വന്നാൽ മതി. അതാണ് ഈദുൽ ഫിത്തർ. ഈദുൽ അദ്ഹയിൽ നിങ്ങൾ ബലിയറുക്കേണ്ടതുണ്ട്. ബലിയറുക്കേണ്ടത് അള്ളാഹുവിന് മുമ്പിൽ വന്ന് തക്ബീർ മുഴക്കി ഈദ് മുസല്ലകളിൽ നമസ്കാരം നിർവഹിച്ചതിന് ശേഷം. പക്ഷെ ആ നമസ്കരിക്കാൻ വരുന്ന നിങ്ങളിൽ ഇബ്രാഹിമും ഇസ്മായിലും ഉണ്ടാകണം. ഏതെങ്കിലും ഒരു അബ്ദുറഹ്മാനും ഏതെങ്കിലും ഒരു അബ്ദുസലാമും അല്ല ഈദുൽ അദ്ഹയിൽ നമസ്കരിക്കാൻ വരുന്നത്. ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും പ്രതീകങ്ങളാണ്. അപ്പൊ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന രണ്ട് ആഘോഷങ്ങളുടെയും സവിശേഷമായ തലം എന്ന് പറയുന്നത് വ്യക്തിപരമായി ആ മനുഷ്യരിൽ ഉണ്ടാക്കിയെടുത്ത ആത്മീയമായ ഔന്നത്യത്തിന്റെയും അവബോധത്തിന്റെയും, അതോടൊപ്പം സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കാൻ കഴിയുന്ന സേവനത്തിന്റെയും മനസ്സ് നേടിയെടുത്തുകൊണ്ടല്ലാതെ ആഘോഷിക്കാൻ കഴിയില്ല. ചില ചോദ്യങ്ങളുടെയും അന്വേഷണങ്ങളുടെയും അനന്തര ഫലമാണ് ഇസ്ലാമിന്റെ ആഘോഷങ്ങൾ.
യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ഓർമ്മ വച്ച കാലം മുതൽ ജനുവരി എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു പുതുവർഷം മനസ്സിലേക്ക് കടന്നു വരും. ആ പുതുവർഷത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് എത്ര ആഘോഷങ്ങൾ നമ്മുടെ സമൂഹം നടത്തി കഴിഞ്ഞു. ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട ആഘോഷം നടത്തി, ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് പപ്പാനിയെ കത്തിക്കുന്ന അതൊരു പോർച്ചുഗീസ് ആചാരത്തിന്റെ ഭാഗമാണ്. പോർച്ചുഗീസ് സമൂഹം അവിടെ നിലനിർത്തിയിരുന്ന പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ദിവസം പടുകിഴവനായ ഒരു മനുഷ്യന്റെ രൂപം ഓരോരുത്തരുടെയും വീടുകളിൽ ചെറിയ തോതിൽ കത്തിച്ചിരുന്നു. തങ്ങളുടെ എല്ലാ ദൗർബല്യങ്ങളെയും ഇല്ലാതാക്കുന്നു എന്നാണ് പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ. ആ ഓരോ വീടുകളിലും നടത്തിയിരുന്ന ആഘോഷം പിന്നീട് ചില ക്ലബ്ബുകൾ, ചില സാമൂഹിക സംഘടനകൾ, സംവിധാനങ്ങളൊക്കെ ഏറ്റെടുത്തു. പിന്നെ അത് ചില നാടുകൾ തന്നെ ഏറ്റെടുത്തു. ഇപ്പോൾ അത് നാടുകൾ എന്നല്ല, നാട്ടിലെ മുക്കിലും മൂലയിലുമുള്ള എല്ലാ കൊച്ചു അസോസിയേഷനുകളും പപ്പാനിയെ കത്തിക്കുന്നിടത്തും, രാത്രി പാതിരാത്രി വരെ ഉറക്കമൊഴിക്കുന്നിടത്തും, പടക്കം പൊട്ടിക്കുന്നിടത്തും അങ്ങനെയാണ് പുതുവത്സരത്തെ വരവേൽക്കേണ്ടത് എന്ന ഒരു ധാരണയിലേക്ക് ആളുകൾ വന്നു. ജനുവരി എന്നുള്ള ആ പദപ്രയോഗം പോലും ജാനസ് എന്ന് പറയുന്ന ഗ്രീക്ക് ദേവതയിൽ നിന്ന് രൂപം കൊണ്ടതാണ്. രണ്ട് മുഖങ്ങളുള്ള, മുന്നിലേക്കും പിന്നിലേക്കും തിരിഞ്ഞിരിക്കുന്ന രണ്ട് മുഖങ്ങളുള്ള ഗ്രീക്ക് ദേവത. വരാൻ പോകുന്ന ഒരു വർഷത്തെക്കുറിച്ച് ചിന്തിക്കാനും കഴിഞ്ഞുപോയ ഒരു വർഷത്തെ കൃത്യമായി അവലോകനം ചെയ്ത് നിർദ്ധാരണം ചെയ്ത് വരാൻ പോകുന്ന വർഷത്തിന് വേണ്ടി ആസൂത്രണം ചെയ്യാനുമുള്ള രണ്ട് മുഖങ്ങളുടെ പ്രതീകമാണത് യഥാർത്ഥത്തിൽ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വർഷത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ തിരിച്ചറിവ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിൽ നിന്ന് 365 ദിവസങ്ങൾ എന്റെ ആയുസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു വർഷം എന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഞാൻ ഒരു വർഷം കൂടി എന്റെ മരണത്തോട് അടുത്തിരിക്കുന്നു. ഒരു വർഷം കൂടി ഞാൻ എന്റെ മരണത്തോട് അടുത്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം എന്നോടൊപ്പം ഉണ്ടായിരുന്ന, നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് മരണം കൊണ്ട് തങ്ങളുടെ റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ഈ വർഷത്തിൽ എത്ര കാലം നമ്മൾ ഉണ്ടാകും എന്നത്, നമ്മളോടൊപ്പം നമ്മുടെ ബന്ധുമിത്രാദികൾ ഉണ്ടാകും എന്നത് അള്ളാഹുവിന്റെ അടുക്കൽ മാത്രം നിർണയിക്കപ്പെട്ട സാബിഖായ കഥ അല്ലെങ്കിൽ മുൻകടന്ന വിധിയാണ്. അപ്പൊ പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യൻ അവന്റെ മുന്നിൽ കാണേണ്ട ഏറ്റവും സുപ്രധാനമായ സംഗതി തന്റെ ഹൃദയമിടിപ്പ് തന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന പോലെ ദഖാത്തു ഖൽബിൽ മർഇ ഖായിലത്തുൽ ലഹു ഇന്നൽ ഹയാത്ത ദഖായിഖുൻ വസവാനി. ഈ നാടിമിടിപ്പ്, ഹൃദയമിടിപ്പ് അവനോട് ഇങ്ങനെ നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യ, നിന്റെ ജീവിതം എന്ന് പറയുന്നത് ഏതാനും നിമിഷങ്ങളും മിനിറ്റുകളും മാത്രമാണ്. അത് എപ്പോൾ എവിടെ വെച്ചത് നിലക്കണമെന്ന്, എപ്പോൾ നീ അകത്തേക്കെടുത്ത ശ്വാസം പുറത്തേക്ക് വിടാൻ കഴിയാത്ത വിധം നിശ്ചലനായി മാറണം എന്നത്, എപ്പോൾ നിന്റെ കണ്ണുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയിലെ അവസാനത്തെ കാഴ്ച കൊണ്ട് നീ നിർത്തണം എന്നത്, എപ്പോൾ നിന്റെ കണങ്കാലുകൾ പരസ്പരം കൂട്ടിയുരുമി വക്കീലമൻ റാഹ, എനിക്കൊന്ന് ഊതിത്തരാൻ ആരുണ്ട് എന്ന് നിന്റെ ആത്മാവ് വേവലാതിപ്പെടണമെന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ സൂറ ലുഖ്മാനിൽ ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ, തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കലാണ് ഈ ലോകം എപ്പോൾ അവസാനിക്കണം, എപ്പോൾ നിശ്ചലമാകണം എന്നതിന്റെ കണക്ക് അള്ളാഹുവിന്റെ അടുക്കലാണ്, അതിന്റെ അറിവ് അള്ളാഹുവിന്റെ അടുക്കലാണ്. ആ അള്ളാഹുവാണ് നിങ്ങൾക്ക് പെരുമഴ പെയ്തിറക്കി തരുന്നവൻ, ആ അള്ളാഹുവാണ് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചൊല്ലി തരുന്നവൻ. ആ അള്ളാഹുവിനല്ലാതെ മറ്റൊരു ശക്തിക്കും വയഅലമു മാ ഫിൽ അർഹാം, നിങ്ങളുടെ ഇണകളുടെ ഗർഭാശയങ്ങളിൽ പേറി നടന്നത് ആണോ പെണ്ണോ,
ആ ഒരു അറിവ് അള്ളാഹുവിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അള്ളാഹു സുബ്ഹാനഹു വ തആല വമാ തദ്രി നഫ്സും മാ തക്സിബു ഗദൻ, ഒരാത്മാവിനും അറിയില്ല ആ ആത്മാവ് നാളേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചു വെച്ചത് എന്ന്. മനുഷ്യന്റെ ജീവിതം ഒരു യാത്രയാണ്. പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചു എന്നത് മാത്രമല്ല, നമ്മളിപ്പോൾ ഉള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ റജബ് മാസത്തിന്റെ സന്ദർഭത്തിൽ കൂടിയാണ്. അള്ളാഹു ആദരിച്ച മാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസമാണ്. വിശ്വാസങ്ങളിൽ നിന്ന് അന്ധവിശ്വാസങ്ങളിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്നുണ്ട് ആളുകൾ. ആചാരങ്ങളിൽ നിന്ന് അനാചാരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് റജബിന്റെ മറവയ്ക്ക്. എത്രത്തോളം എന്ന് വെച്ചാൽ ഈ അനുഗ്രഹീതമായ റജബിനെ കുറിച്ച് ആരാണോ ആദ്യമായ ഒരു മനുഷ്യനോട് പറയുന്നത് തുഹരിമു അലൈഹിന്നാർ, അവന്റെ മേൽ നരകം നിഷിദ്ധമാണ് എന്ന് വരെ പറഞ്ഞു കളയുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ കളവ് പറയുന്നു എന്ന് ചുരുക്കം. റജബ് മാസം പവിത്രമാണ്, യാതൊരു സംശയവുമില്ല. അള്ളാഹു ആദരിച്ചിട്ടുണ്ട്. ചരിത്രപരമായ പല സംഭവ വികാസങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അത് റജബ് മാത്രമല്ല, മറ്റനേകം മാസങ്ങളും ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ചതാണ്. പക്ഷേ റജബിനെ മുന്നിൽ വെച്ചുകൊണ്ട് റജബിലാണ് എന്തൊക്കെയോ പ്രത്യേകമായ ചില സുന്നത്ത് നോമ്പുകളുണ്ട്, ചില സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്, ചില പ്രത്യേക പ്രാർത്ഥനകളുണ്ട്. അങ്ങനെ ചില ഏതാനും അള്ളാഹുവോ അള്ളാഹുവിന്റെ റസൂലോ പഠിപ്പിക്കാത്ത ചിലതിനെ കൊണ്ട് വിശ്വാസങ്ങളിൽ നിന്ന് അന്ധവിശ്വാസത്തിലേക്ക് ഈ സമൂഹത്തെ നയിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വെച്ച സൂക്തം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ തദ്രി നഫ്സുൻ മാ തക്സിബു ഗദൻ, ഒരാത്മാവും അവന് വേണ്ടി സമ്പാദിച്ചത് എന്താണ് എന്ന് അവൻ അറിയില്ല. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, ഏത് ഭൂമിയിൽ വെച്ചാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് നിങ്ങളിൽ ഓരോ മനുഷ്യരും മരണപ്പെടുക എന്നതും അള്ളാഹുവിന് മാത്രം അറിയുന്ന സംഗതിയാണ്. അങ്ങനെ ഒരു അറിവ്, എപ്പോൾ മരണപ്പെടുമെന്നുള്ള അറിവ് നമുക്കുണ്ടായിരുന്നെങ്കിൽ, എവിടെ വെച്ച് മരണപ്പെടുമെന്നുള്ള അറിവ് നമുക്കുണ്ടായിരുന്നെങ്കിൽ, ആരുടെ വീട്ടിൽ, ഏത് മകന്റെ വീട്ടിൽ, ഏത് മകളുടെ വീട്ടിൽ, ഏത് ബന്ധുവിന്റെ വീട്ടിൽ, ഏത് ആശുപത്രിയിൽ, അങ്ങനെ ഒരു മുന്നറിവ് നമുക്കുണ്ടായിരുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ചിലപ്പോൾ ചിലത് കരുതി വെക്കുമായിരുന്നു. പക്ഷെ ഇതിപ്പോൾ അങ്ങനെ കരുതി വെക്കാൻ കഴിയാത്ത വിധം അള്ളാഹുവിന്റെ അടുക്കൽ മാത്രം നിക്ഷിപ്തമായ അതിസൂക്ഷ്മമായ ഒരു അറിവിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നല്ലാഹ അലീമുൻ ഖബീർ, തീർച്ചയായും അള്ളാഹുവാണ് അറിയുന്നവൻ, സൂക്ഷ്മമായി കാര്യങ്ങൾ അറിയുന്നവൻ അള്ളാഹുവാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതം ഇത്രമാത്രമുള്ള ഒരു അനിശ്ചിതത്വത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതുകൊണ്ട് ഒരു വർഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാൽ ജീവിതത്തിൽ നിന്ന് അത്രയും ദിവസങ്ങൾ അടർന്നുപോയിരിക്കുന്നു. മരണത്തിലേക്ക് ഞാൻ അത്രയും കൂടുതൽ അടുത്തിരിക്കുന്നു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, നിങ്ങൾ മരണത്തിന്റെ വാഹനത്തിൽ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണം, നിങ്ങൾ ജീവിതത്തിന്റെ വാഹനത്തിൽ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. മരണമാകട്ടെ നിങ്ങളെ തേടി മറ്റൊരു വാഹനത്തിൽ നിങ്ങളുടെ എതിർദിശയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതമാകുന്ന ഈ വാഹനവും മരണമാകുന്ന മറ്റു വാഹനവും പരസ്പരം തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു നിമിഷം, ഏത് ഭൂമിയിലായിക്കോട്ടെ, ഏത് നിമിഷമായിക്കോട്ടെ, മാറിക്കയറി യാത്ര ചെയ്തേ മതിയാകും. കാരണം നിങ്ങൾ യാത്രക്കാരനാണ്. ആലമുൽ അർവാഹിൽ അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചപ്പോൾ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചതായിരുന്നു നിങ്ങളുടെ ആത്മാവിനെ. ആ ആത്മാവിനെ പിന്നീട് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. എത്രയെത്ര മാറ്റങ്ങളിലൂടെ നിങ്ങളുടെ മാതാവിന്റെ ഗർഭാശയത്തിലെ അകത്ത് നടന്ന, വളരെ കൃത്യമായ ഇടവേളകളിൽ നടന്ന രൂപമാറ്റങ്ങളിലൂടെ ഭൂമിയിലേക്ക് വന്നതിന് ശേഷം ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും മധ്യവയസ്സും വാർദ്ധക്യവും, ആ യാത്രയുടെ ഒരു ഘട്ടത്തിൽ
നിങ്ങളുടെ ശരീരമാകുന്ന വസ്ത്രം അഴിച്ചു വെച്ച ആത്മാവ് മരണത്തിന്റെ വാഹനത്തിൽ തനിയെ യാത്ര ചെയ്യണം. കാരണം ഈ ശരീരം നിങ്ങൾ ഭൂമിയിൽ നിന്ന് സമ്പാദിച്ചതാണ്. നമുക്കറിയാം, ഭൂമിയിൽ നിന്ന് തിന്ന് നിങ്ങൾ സമ്പാദിച്ച ശരീരത്തെ ഭൂമിക്ക് കൊടുത്തേക്ക്, ഭൂമി തന്നെ തിന്നട്ടെ. ആത്മാവ് നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്ന് വന്നാണ്, റബ്ബിന്റെ അടുക്കലേക്ക് പോകട്ടെ. യഥാർത്ഥത്തിൽ ഒരു വർഷം അവസാനിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അതല്ലേ? നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളെ കുറിച്ചല്ലേ? നമ്മളിൽ നിന്ന് നമ്മളറിയാതെ ചോർന്നു പോകുന്ന അമലുകളെ കുറിച്ചല്ലേ? നമ്മൾ ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകണമെന്ന് കരുതിയ നമ്മുടെ അമലുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മളറിയാതെ ഏതൊക്കെയോ ഇടങ്ങളിൽ വെച്ച് കൈമോശം വന്നു പോയിട്ടുണ്ടെങ്കിൽ, ആരൊക്കെയോ പോക്കറ്റടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, ഒരു ദീർഘദൂര യാത്രയ്ക്ക് വേണ്ടി കരുതി വെച്ച പണം യാത്രക്കിടയിൽ പോക്കറ്റടിച്ചു പോയ മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ ഓർത്തു നോക്കൂ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫില് നമ്മളോട് പറഞ്ഞ ഒരു വാക്യം, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയത് ആരാണെന്ന് പറയട്ടെ. പ്രവാചകരെ അവരോട് ചോദിക്കൂ, നിങ്ങൾ ഒരുപാട് അമലുകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് കർമ്മങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തെ പുഷ്കലമാക്കി മനോഹരമാക്കി സംവിധാനിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ആ അമലുകൾ നിങ്ങളറിയാതെ നഷ്ടപ്പെട്ടു പോയവർ ആരാണെന്ന് ഞാൻ പറയട്ടെ. അവരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. ദുനിയാവിൽ അവരുടെ കർമ്മങ്ങളിൽ അവർ വഴികേടിലായി പോയവരാണ് എന്ന് മാത്രമല്ല, വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂൻ, ഞങ്ങൾ ചെയ്യുന്നതാണ് ശരി എന്ന് താന്തോന്നികൾ എന്ന് മലയാളത്തിൽ ഒരു പ്രയോഗമുണ്ട്. തനിക്ക് തോന്നിയത് ചെയ്യുന്നവരാണല്ലോ താന്തോന്നി എന്ന് പറയുന്നത്. തനിക്ക് തോന്നിയതാണ് ശരി എന്ന് കരുതുന്നവരാണ് യഥാർത്ഥത്തിൽ താന്തോന്നി, തനിക്ക് തോന്നിയത്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പ്രയോഗം അങ്ങനെയാണ്. എങ്ങനെ? വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ശരിയാണ്, നല്ലതാണ്, മനോഹരമാണ്, ഇത് എന്തൊക്കെയോ കാര്യപ്പെട്ട എനിക്ക് പ്രതിഫലം കിട്ടാൻ മാത്രം പോന്നതാണ് എന്ന് ധരിച്ചുപോയ ആളുകളാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉലൈകല്ലദീന കഫറൂ ബി ആയാതി റബ്ബിഹിം വ ലിഖാഇഹി. ഈ ആളുകളുണ്ടല്ലോ, അവരുടെ റബ്ബിനെ കണ്ടുമുട്ടണം എന്ന കാര്യത്തിലും തങ്ങളുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളുടെ കാര്യത്തിലും നിഷേധ മനോഭാവവുമായിട്ട് പോയ ആളുകളാണ്. അവര് പരസ്യമായിട്ട് ഒരു പക്ഷെ തള്ളി പറഞ്ഞു കൊള്ളണമെന്നില്ല, അവർ പരസ്യമായിട്ട് ഒരു പക്ഷെ നിഷേധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷെ അവരുടെ ജീവിതത്തിൽ നിഷേധത്തിന്റെ കാഴ്ചപ്പാടുകളിലൂടെയാണ് അവർ അവരുടെ ദുനിയാവിനെ ഇതിലേക്ക് ചേർത്ത് വെച്ചത്. ദുനിയാവിനെയാണല്ലോ നമ്മൾ ജീവിതം എന്ന് പറയുക, ദുനിയാവിലെ നമ്മുടെ സമയത്തെയാണല്ലോ നമ്മൾ ജീവിതം എന്ന് പറയുക. അപ്പൊ ഈ ദുനിയാവിൽ നിർവഹിച്ച അമലുകളെ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടവനാണ് എന്ന ബോധത്തോടു കൂടി നിർവഹിക്കുന്നതിന് പകരം അതപ്പോഴല്ലേ, അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴല്ലേ, അപ്പോൾ നോക്കാം. ഇപ്പോൾ എന്റെ സമയം, എന്നോടൊപ്പമുള്ള ഈ സമയങ്ങളാണ്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, നീ എന്ന് പറയുന്നത് ഇപ്പോൾ നിന്നോടൊപ്പമുള്ള ഈ സമയമാണ്. അതുകൊണ്ട് ഈ സമയം നീ ആഘോഷിച്ചു കൊള്ളുക, ഈ സമയം നീ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊള്ളുക എന്ന് ആര് പറയുന്നു? ഈ മനുഷ്യന്റെ ഉള്ളിലിരുന്ന് ആഘോഷങ്ങളിലേക്ക് അവനെ വലിച്ചു കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്ന അവന്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അവന്റെ മനസ്സ് മന്ത്രിക്കുന്ന ആ വഴിയിൽ അവന്റെ ആത്മാവിന് മറ്റൊരു തേട്ടമുണ്ടായിരുന്നു. അവനെ സൃഷ്ടിച്ച സൃഷ്ടാവായ തമ്പുരാന്റെ ഒരു മാർഗം അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. പക്ഷെ മനുഷ്യൻ അവന്റെ മനസ്സിന്റെ സംതൃപ്തിയുടെ പിന്നാലെ, ശരീരത്തിന്റെ ആഗ്രഹങ്ങളുടെ പിന്നാലെ കയറൂരി വിടുകയായിരുന്നു സ്വന്തത്തെ. അപ്പോൾ ആ മനുഷ്യൻ അള്ളാഹുവിനെ തന്നെ നിഷേധിച്ചിരിക്കുന്നു, അള്ളാഹുവിന്റെ ആയത്തുകളെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു, അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന യാഥാർത്ഥ്യത്തെ അവൻ വിസ്മരിച്ചു പോയിരിക്കുന്നു. കർമ്മങ്ങളൊക്കെ പോയി.
ഈ ദുനിയാവിലെ ജീവിതം കഴിഞ്ഞ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, അവന്റെ നന്മയും തിന്മയും ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നന്മയുടെ തുലാസിൽ ഭാരം തൂങ്ങാൻ ഒന്നുമില്ലാത്തവനായി അവൻ മാറിയിരിക്കുന്നു. എന്തൊക്കെയോ കുറച്ചുണ്ട്, പക്ഷെ ഉള്ളു പൊള്ളയായ കുറെ കാര്യങ്ങൾ, കനം തൂങ്ങാത്ത കുറെ കാര്യങ്ങൾ, കനം തൂങ്ങുന്നതൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ദാലിക ജസാഉഹും ജഹന്നം ബിമാ കഫറു വത്തഖദു ആയാതി വറുസുലി ഹുസ്വ. ഈ മനുഷ്യന്റെ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ അള്ളാഹുവിന്റെ ആയത്തുകളെയും അള്ളാഹുവിന്റെ അംബിയ മുർസലീങ്ങളെയും എന്തോ ഒരു നിസ്സാര വസ്തുവായി അവൻ മനസ്സിലാക്കിപ്പോയി. അവനതിനെ കളിയുടെയും ചിരിയുടെയും തമാശയുടെയും ലാഘവത്വത്തോടു കൂടിയിട്ട് അവൻ മനസ്സിലാക്കിപ്പോയി. അതിന്റെ ഗൗരവത്തെ ഉൾക്കൊള്ളുന്നതിൽ നിന്ന് ആ മനുഷ്യൻ വഴിമാറിപ്പോയി. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. ഇതല്ലാത്തൊരു വിഭാഗമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പുതിയ ഒരു വർഷത്തിലേക്ക് കടന്നപ്പോ എന്റെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കുറഞ്ഞു പോയിരിക്കുന്നു. ഇതെനിക്ക് ആഘോഷിക്കാനുള്ളതല്ല, ഇതെനിക്ക് പുനരാലോചനക്കുള്ളതാണ്. കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തതിൽ സംഭവിച്ചു പോയ പാളിച്ചകൾ ഇനി ആവർത്തിക്കാൻ പാടുള്ളതല്ല. വരാൻ പോകുന്ന ഒരു വർഷത്തെ എനിക്കൊന്ന് ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. വിശേഷിച്ച് ഞാനിപ്പോൾ നിലകൊള്ളുന്നത് റജബ് മാസത്തിലാണ്. റജബിന് ശേഷം ശഅബാൻ വരാനുണ്ട്, റമദാൻ വരാനുണ്ട്, അള്ളാഹുവിന്റെ മാസമായ റമദാൻ. കരുതിവെപ്പിന്റെ ഒരു സന്ദർഭമാണ് റജബ്. മണ്ണിളക്കാനുള്ള ഒരു സന്ദർഭമാണ് റജബ്. മണ്ണിളക്കിയും കരുതി വെച്ചും വരാൻ പോകുന്ന ഒരു റമദാനിൽ വിത്ത് വിതച്ച് ഫലം കൊയ്തെടുക്കാൻ വേണ്ടി കാത്തിരിക്കാനുള്ള ഒരു സന്ദർഭമാണ് റജബ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അമൂല്യമായ നിമിഷങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന, വിശുദ്ധ റമദാനിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാവുന്ന, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പ്രാർത്ഥിച്ചിരുന്ന പോലെ, അല്ലാഹുമ്മ സല്ലിംനി റമദാൻ, അല്ലാഹുമ്മ സല്ലിം ലീ റമദാൻ തഖബ്ബലഹു മിന്നി മുതഖബ്ബല. അല്ലാഹുവേ, എന്നെ നീ റമദാനിലേക്ക് എത്തിക്കണം, റമദാനിനെ നീ എന്നിലേക്ക് എത്തിക്കണം, എന്നെ റമദാനിലേക്കും റമദാനിനെ എന്നിലേക്കും നീ എത്തിക്കണം. ആ റമദാനിൽ ഞാൻ നിർവഹിക്കാനുള്ള എന്റെ അമലുകൾ മുഴുവനും നീ സ്വീകരിക്കണം, എന്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കണം, എന്റെ ആരാധനകൾ സ്വീകരിക്കണം, എന്റെ ദാനധർമ്മങ്ങൾ സ്വീകരിക്കണം, എന്റെ നോമ്പ് സ്വീകരിക്കണം. 6 മാസങ്ങൾക്ക് മുൻപ് മുതൽ സഹാബാക്കൾ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ് എന്ന. അപ്പൊ റജബ് എന്ന് പറയുന്നത് മുന്നൊരുക്കത്തിന്റെ മാസമാണ്. ആ റജബിൽ നിന്നുകൊണ്ട് 2026 ജനുവരിയിൽ നിന്നുകൊണ്ട് 2025 ഒന്ന് വിലയിരുത്തണം. എന്റെ ജീവിതം എങ്ങനെയായിരുന്നോ അങ്ങനെയല്ല ഇനിയുള്ളത്. എനിക്ക് ചില മാറ്റങ്ങൾ വേണം. കലണ്ടർ മാറിയാൽ പോരാ. ഭിത്തിയിൽ തൂക്കിയിട്ട് കലണ്ടർ എടുത്ത് പുതിയ ഒരു കലണ്ടർ തൂക്കി എന്നതല്ല പുതുവത്സരം. അതെന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ചില പുനരാലോചനകളുടെ, ചില നവീകരണത്തിന്റെ സന്ദർഭങ്ങളാണ് എനിക്ക് സമ്മാനിക്കാനുള്ളത്. അങ്ങനെ സമ്മാനിക്കപ്പെടുമ്പോൾ ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി, അള്ളാഹുവിൽ വിശ്വസിക്കുകയും അമലുസ് സ്വാലിഹാത്തുകൾ കൊണ്ട് ജീവിതത്തെ നിരന്തരം മനോഹരമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾ. നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിതത്തെ മനോഹരമാക്കേണ്ടവരാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിതത്തെ സുന്ദരമാക്കേണ്ടവരാണ്. കാരണം കഴിഞ്ഞ ഖുതുബയുടെ അവസാനം ഞാൻ സൂചിപ്പിച്ച ഒരു പദപ്രയോഗമുണ്ട്. നമ്മൾ പ്രബോധകരാണ്, നമുക്ക് ചുറ്റുമുള്ള സമൂഹം പ്രബോധിതരാണ്. മഹാനായ ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു വെച്ച മൻ അൻസാരി ഇലല്ലാഹ്, ആരാണ് അള്ളാഹുവിനെ സഹായിക്കാനുള്ളവർ എന്ന ചോദ്യത്തിൽ നിന്നുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ അൻസാറല്ലാഹ്, വിശ്വസിച്ചവരെ നിങ്ങൾ അൻസാറുള്ളയാകണം, അള്ളാഹുവിനെ സഹായിക്കുന്നവരാകണം എന്ന് പറഞ്ഞു. അള്ളാഹുവിനെ സഹായിക്കുന്നവർക്ക് അല്പം സൗന്ദര്യം വേണ്ടതുണ്ട്. അവരുടെ ജീവിതത്തിൽ അല്പം സൗന്ദര്യം, നല്ല ആകർഷണീയത വേണ്ടതുണ്ട്. ഈ ആകർഷണീയതയുമായി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല,
അവർക്ക് വേണ്ടിയാണ് ഫിർദൗസ്, അവർക്ക് വേണ്ടിയാണ് ജന്നാത്തുൽ ഫിർദൗസ്, അവർക്ക് വേണ്ടിയാണ് പാരഡൈസ്. ഫിർദൗസ് എന്നതാണ് പാരഡൈസ്. ഏറ്റവും ഉന്നതമായ അംബിയാ മുർസലീങ്ങൾക്ക്, ശുഹദാക്കൾക്ക്, സ്വാലിഹീങ്ങൾക്ക്, സിദ്ദീഖീങ്ങൾക്ക് അള്ളാഹു വകയിരുത്തിയത്. ആ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഖിബല. നിങ്ങൾ ശാശ്വതരാണ്. ഏതെങ്കിലും ഒരു സമയപരിധി കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് ഇറങ്ങിപ്പോ എന്ന് പറയുന്ന നിങ്ങളുടെ പൗരത്വത്തിന്റെ രേഖകൾ പരിശോധിക്കപ്പെടുന്ന ഇടമല്ല. ആ സ്വർഗത്തെയാണ് അള്ളാഹു ഉയർത്തിപ്പിടിച്ചത്. പക്ഷെ ആ സ്വർഗത്തിലേക്ക് സഞ്ചരിക്കുന്ന മനുഷ്യൻ വീണ്ടും വിചാരമുള്ളവനായിരിക്കണം. ആ സ്വർഗത്തിലേക്ക് സഞ്ചരിക്കുന്ന വിശ്വാസി തന്നെ കുറിച്ച് നിരന്തരമായ അന്വേഷണത്തിൽ നിന്നുകൊണ്ട് നവീകരിച്ചു കൊണ്ടിരിക്കുന്നവനായിരിക്കണം. ആ സ്വർഗത്തെ സ്വപ്നം കാണുന്ന വിശ്വാസി ആ സ്വർഗത്തിൽ എത്തുവോളം അടങ്ങാത്ത അഭിനിവേശവുമായിട്ട് സഞ്ചരിക്കുന്നവനാകണം. അവന്റെ ഓരോ നാടിമിടിപ്പിൽ നിന്നും, അവന്റെ ഓരോ ചലനങ്ങളിൽ നിന്നും, അവന്റെ ഓരോ ഇടപെടലുകളിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നതിനെ നന്മയുടെ മാർഗത്തിൽ മുതൽക്കൂട്ടായി പെറുക്കിയെടുക്കാനും ശേഖരിക്കാനും കഴിയുന്നവനായിരിക്കണം. ഇതല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്? ഒരു പുതിയ വർഷത്തിലേക്ക് വന്നപ്പോ നമ്മുടെ കുടുംബാദികൾക്കൊക്കെയും അല്ലെങ്കിൽ പല ഗ്രൂപ്പുകളിലുമൊക്കെ നമ്മളിങ്ങനെ ഹാപ്പി ന്യൂ ഇയർ സന്ദേശം അയച്ചു കൊടുത്തു. ആ സന്ദേശത്തോടൊപ്പം ചേർത്ത് വെക്കേണ്ട പദമായിരുന്നു, സഹോദര, താങ്കൾക്കൊരു നല്ല വർഷം ഞാൻ ആശംസിക്കുന്നു. കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് 365 ദിവസങ്ങൾ കൂടി നമ്മളൊക്കെ മരണത്തിലേക്ക് അടുത്തിട്ടുണ്ട് കേട്ടോ. ഒരല്പം ജാഗ്രത പുലർത്തണം കേട്ടോ. നമ്മുടെ ജീവിതത്തെ ഒന്ന് നവീകരിക്കണം കേട്ടോ. ചില നന്മകൾ നമുക്ക് ശേഖരിക്കണം. യഥാർത്ഥത്തിൽ അതായിരുന്നു ന്യൂ ഇയറിന്റെ സന്ദേശം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാക്കി മാറ്റാൻ, സ്വന്തത്തെ ചോദ്യം ചെയ്ത് പാകപ്പെടുത്തിയെടുക്കാൻ, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വിധേയപ്പെടുന്നവരാക്കി മാറ്റാൻ പടച്ച റബ്ബ് നമ്മെ തുണക്കുമാറാകട്ടെ. അർഹമുറാഹിമീനായ നാഥൻ അവന്റെ ഏറ്റവും നല്ല ഇഷ്ടക്കാരുടെ കൂട്ടത്തിൽ ജീവിക്കാൻ, ഏറ്റവും നല്ല ഇഷ്ടക്കാരോടൊപ്പം മരണപ്പെടാൻ തൗഫീഖ് ലഭിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ചേർക്കുമാറാകട്ടെ.